അപ്പോൾ നമ്മൾ റൈറ്റ് നോ ഇപ്പോൾ കോളേജിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപുള്ള മൊത്തത്തിലുള്ള ജനറൽ ആയിട്ടുള്ള കുറേ ഡിസ്കഷൻസ് നമ്മൾ പറഞ്ഞത്. ഇനിയും കോളേജിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം കോഴ്സസ് അവൈലബിൾ ആണ്. ഇനിയും കോളേജസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ KTU, ക്യുസാറ്റ്, പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ പല കോഴ്സുകളുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി വേണം, ഏത് കോളേജ് വേണം, ഏത് കോഴ്സ് വേണം, ഇതൊരു സ്ഥിരം ചോദ്യമാണ്. നമ്മൾ ഇനിയിപ്പോൾ ലൈവിലേക്ക് ഇരിക്കാൻ പോകുമ്പോഴും ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഏത് കോഴ്സ് ഏത് കോളേജ് തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും. സാറേ CET-യിലെ മെക്കാനിക്കൽ ആണോ, MA കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലകും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം ഇതിന് ജനറലി നമുക്കൊരു കുട്ടികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കും? അല്ല, നമ്മൾ കോളേജ് ചൂസ് ചെയ്യണം, കോഴ്സും ചൂസ് ചെയ്യണം. അതെ, കോളേജും ചൂസ് ചെയ്യണം, കോഴ്സും ചൂസ് ചെയ്യണം. പക്ഷേ പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ 5 10 വരുമ്പോൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഏതാണ് കോഴ്സ് ഇൻട്രസ്റ്റ്, ഏതിലാണ് പാഷൻ, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ, അച്ഛൻ സിവിൽ എഞ്ചിനീയർ, അമ്മ സിവിൽ എഞ്ചിനീയർ, കുട്ടി സിവിൽ എഞ്ചിനീയർ, അത് തെറ്റൊന്നുമില്ല. വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങൾ അറിയുമ്പോൾ അത് അവർക്ക് എളുപ്പമല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചില ഫാക്ടേഴ്സൊക്കെ ഇപ്പോൾ അതൊക്കെ കുറേ വളരെ ഔട്ട്ഡേറ്റഡ് ആയി ആ മെത്തേഡൊക്കെ. ആൾക്ക് എന്താ പാഷൻ അങ്ങനെയൊന്നുമില്ല. എഞ്ചിനീയറിംഗ് ഒരു ജനറലി ഒരു സബ്ജക്റ്റായിട്ട് എടുക്കുക, ഏത് ബ്രാഞ്ച് കിട്ടിയാലും പഠിക്കുക എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുക. പിന്നെ എനിക്ക് ഇപ്പോൾ അതിൻ്റെ ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ 90% IIT-കളും NIT-കളും ബാക്കി എല്ലാ കോളേജിലും ഇന്നത്തെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ കൊടുക്കുന്ന പ്ലേസ്മെൻറ്റിൻ്റെ 80 to 90% IT ആണ്. കോർ ബ്രാഞ്ചസ് കുറവിൻ്റെ അല്ല. അതിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ IT-കാരാണ് ശമ്പളം കൊടുക്കുന്നത്. അതായത് IIT പഠിച്ച മെക്കാനിക്കൽ പഠിച്ചവനും ഫസ്റ്റ് എന്താണ് G അഡ്വാൻസിൽ കയറിയവൻ മെക്കാനിക്കൽ എടുത്തിട്ട് അവൻ മെക്കാനിക്കൽ എടുത്ത കഴിഞ്ഞു, അവനിപ്പോൾ പാസ്സായി, അവൻ പോയേക്കണം IT-യിലാണ്. ശരിക്കും മെക്കാനിക്കൽ 4 കൊല്ലം IIT പഠിച്ചിട്ട് അവൻ IT-ൽ പോയാൽ അത് നാഷണൽ വേസ്റ്റാണ്. ദൂരെ എക്സ്പോഷർ അവന് കിട്ടിയേക്കണം, വേൾഡ് എക്സ്പോഷർ. അത്രയും ടോക്സും സെമിനാർസും ഇൻ്റർനാഷണൽ ഇതൊക്കെ ഇട്ട് ആ 4 കൊല്ലം അവൻ്റെ ബ്രെയിനിലോട്ട് കയറിക്കണം മെക്കാനിക്കലാണ്. മോസ്റ്റ് ഡൈവേഴ്സിഫൈഡ് മെത്തേഡ്. പക്ഷേ IT പോകുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ കുറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പോണത്? സത്യം പറഞ്ഞാൽ ഈ പഠിക്കണ പയ്യൻ പാസ്സാകുന്ന കുട്ടിയുടെ മൈൻഡിൽ അവന് ശമ്പളം കിട്ടണം. കോർ കമ്പനീസ് ശമ്പളം കൊടുക്കില്ല, IT-കാരാ ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ അതൊക്കെ ഇനി വായിക്കോ, ഈ ലോകത്തെല്ലാത്തിനും യൂട്ടേൺ അടിച്ചു. ഇന്നലെ ഞാൻ സംസാരിച്ചത് ഒരു IT കമ്പനി, ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, വർക്ക് ചെയ്യുന്ന കുട്ടി. ആ കുട്ടി 3 years ആയി, സാറേ എനിക്ക് മടുത്തു, ഒന്നിലെ MBA അല്ലെ MTech അല്ലെങ്കിൽ ബാങ്ക് ജോബ്, എന്തിനു പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ചോദിക്കാൻ പാടത്ത ചോദ്യം ആ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ എത്ര ഇയർ IT? കമ്പനിയുടെ പേര് പറഞ്ഞാൽ IT-ൽ 3 കൊല്ലമായി. എത്രയുണ്ട് ശമ്പളം? വിശ്വസിക്കോ മിസ്റ്റർ ചാൾസ്? 30,000 rupees കൊടുക്കണം. നിങ്ങൾ ഞെട്ടിപ്പോവും. 30,000 rupees per month. ആ കുട്ടി എന്നോട് പറഞ്ഞാൽ 3.6 എല്ലാം ശരിക്കും ഓൺ റെക്കോർഡ് 5 lakhs ഉണ്ട്. അറ്റ് ഹാൻഡ് എത്രയാണ്? 3.6. എന്ന് വെച്ചാൽ ഇവരെ കൊണ്ടുവരുന്ന ബസ്സിൻ്റെ റെൻറ്റ് വരെ അതിന് പോകുന്നുണ്ട്, ഇൻഷുറൻസ് കാശ് എല്ലാം കട്ട് ചെയ്താൽ അറ്റ് ഹാൻഡ് 30,000 rupees. നിങ്ങളൊരു ബാങ്കിൽ ക്ലർക്കായിട്ട് കയറി 40,000 രൂപ കിട്ടും. ഈ റിസ്ക് ഒന്നുമില്ലല്ലോ. അവർ പറഞ്ഞ സ്ട്രെസ്സാണെന്നാണ് പറഞ്ഞത്. ഞാൻ IT മോശമാണെന്ന് തെറ്റിയിരിക്കുന്നത് മക്കൾ. അപ്പോൾ ഇതൊക്കെ ഒരു മിത്താണ്. ഇപ്പോൾ IT-യുടെ സാലറിക്ക് ഇപ്പോൾ മറ്റേ അങ്ങനെ പേരുന്ന നാരായണമൂർത്തി, നാരായണമൂർത്തിനെ പറഞ്ഞു 30,000 അട്രിഷനിലോട്ട് ഞാൻ കൊണ്ടുപോവാണ്. ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു വർക്ക് ഫോർ 18 hours, ലെറ്റ് us സ്റ്റോപ്പ് ദി ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞേക്കണം. തിങ്സ് ആർ ചേഞ്ചിങ്. എവറി ഇൻഡസ്ട്രി ഹാസ് ഗോട്ട് പ്ലസ് ആൻഡ് മൈനസ്. ഇതൊക്കെ ഒരു ഡൈനമിക്സ് ആണ്. ഇത് നെഗറ്റീവായിട്ട് കണ്ട് പേടിച്ചു കൂടാനും പറ്റില്ല. വി ഹാവ് ടു ഗോ, വി ടേക്ക് ദ ചലഞ്ച് ആൻഡ് ഗോ ഫോർവേഡ്. അപ്പോൾ അതിൻ്റെ ആ ചാമൊക്കെ പോയി. There are lot of core companies prepared to pick children for a normal salary. ഒരു ഓട്ടോമൊബൈൽ പഠിച്ച ആൾ, മെക്കാനിക്കൽ പഠിച്ച ആൾ, ഒരു ബെൻസ് കമ്പനി അല്ലെങ്കിൽ മറ്റേ മാരുതി കാർ എടുത്തു കഴിഞ്ഞാൽ അവൻ അറ്റ്ലീസ്റ്റ് 2 years ഈസ് ഓഫ് നോ പ്രൊഡക്ഷൻ ഫോർ ഹിം. 2 കൊല്ലം പ്രോസസ്സിലും പഠിക്കണ്ടേ. ആ ട്രെയിനിങ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ദ കമ്പനി. ബട്ട് ട്രെയിനിങ് ഈസ് സ്കില്ലിങ് ദറ്റ് നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. 2 കൊല്ലം അവൻ ആ മാരുതിയിൽ പോയിട്ട് ഇൻ യൂറോപ്യൻ നേഷൻസ് ദർ ഈസ് അപ്പെയ്ഡ് ട്രെയിനിങ്. വെച്ചാൽ വലിയൊരു ബെൻസിൽ പോയിട്ട് നമ്മൾ 1 കൊല്ലം വർക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് കാശ് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ തരുന്നത്. സോ ഇഫ് യു ആർ മെൻ്റലി റെഡി ടു ഗോ വിത്ത് ഇത് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്. മെക്കാനിക്കൽ പഠിക്കുക, ശമ്പളം നോക്കി IT-ൽ പോവുക, 60,000 കിട്ടുമെന്ന് പറയുക. കുറച്ച് കഴിയുമ്പോൾ യു ആർ ഇൻ സം സോർട്ട് ഓഫ് എ ട്രബിൾ. നോട്ട് ദാറ്റ് IT ഈസ് ബാഡ്, IT ഈസ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി കേട്ടോ, നമ്മൾ കുറ്റം പറയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മിസ്മാച്ചിലാണ് പോകുന്നത്. 2 കൊല്ലം വിഷമിച്ച് നമ്മൾ ട്രെയിനിഷിപ്പിന് 10,000 രൂപ ശമ്പളം മേടിച്ചാൽ യു ഡെവലപ്പ് ഓട്ടോമൊബൈൽ സ്കിൽ ഓർ എഞ്ചിനീയറിംഗ് പ്രോസസ് സ്കിൽ, യു ആർ ടോപ്പ് ഇൻ ദ വേൾഡ്. അല്ല, കോഴ്സിന് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഫ്ലെക്സിബിലിറ്റി യൂണിവേഴ്സിറ്റി തന്നെ ഓഫർ ചെയ്യുന്നു. ഇവർക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ മൈനേഴ്സ് എടുക്കാം, മറ്റു കോഴ്സുകളൊക്കെ പഠിക്കാം. ആരെയും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതെന്ന് വിലക്കുന്നില്ല. സിവിൽ പഠിക്കുന്ന ആൾക്കും ഇലക്ട്രിക്കൽ പഠിക്കുന്ന ആൾക്കും എല്ലാം അതിന് പാരലായിട്ടുള്ള കോഴ്സുകൾ ചെയ്ത് അവർ പഠിച്ചിറങ്ങുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് തന്നെ എഴുതിയിട്ടുണ്ടാവും, ഗ്രാജുവേറ്റഡ് ഇൻ ദിസ് പർട്ടിക്കുലർ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ വിത്ത് മൈനേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ സർട്ടിഫിക്കറ്റ് തന്നെയുണ്ട്. ഈ ഒരു കോൺടെക്സ്റ്റിൽ ആൻസർ പറയാണ്ട് എനിക്ക് അത് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ്. നിങ്ങളെന്തോ ഒരു ചോദിച്ചു, ഈ വേൾഡ് എക്കണോമിക് ഫോറം ജോലി പോവുക, ജോലി വരിക. ലോകത്ത്
എഡ്യൂക്കേഷന് മാത്രമല്ല, ഏത് ഫീൽഡിലാണോ ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്, അത് നന്നാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൊബൈൽ, in a matter of 10 years, the models have gone so many modified. ഇപ്പം ഇതിൻ്റെ കംഫർട്ട് സോണും ഓപ്പറേഷണൽ സോണും ഭയങ്കരമാണ്. വൺ മൊബൈൽ ഈസ് ഇനഫ് ടു റീപ്ലേസ് സോ മെനി ഓഫ് യുവർ ഗാഡ്ജറ്റ്സ് ഇൻ ലൈഫ്. ഫോട്ടോഗ്രാഫിക്ക് ഇപ്പോൾ സ്റ്റുഡിയോ ഒക്കെ പൂട്ടിപ്പോയില്ലേ, എവറിത്തിങ് ക്യാൻ ബി ഡൺ ഓൺ ഒക്കെ. അങ്ങനെ അതിൻ്റെ അത്രയും അക്കോമഡേഷൻ വരികയാണ് ഫെസിലിറ്റീസ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ശാസ്ത്രവും എല്ലാം എടുക്കാം. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ വന്ന ഹാർഡ് കോറായിട്ടുള്ള 5 ബ്രാഞ്ചാണ്. സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അങ്ങനെ 5 ബ്രാഞ്ചാണ്. കമ്പ്യൂട്ടർ സയൻസ് ശരിക്കും എൻ്റെ ഓഫ് ഷൂട്ടാണ്, ശരിക്കും ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചല്ല. 112 ബ്രാഞ്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 10 കൊല്ലം കൊണ്ട് ഒരമ്മയ്ക്ക് 112 കുട്ടികളുണ്ടായാൽ, ഡൈവേഴ്സിഫൈ ചെയ്താൽ, മെഡിസിൻ ഹാസ് നോട്ട് ഡൈവേഴ്സിഫൈഡ്. മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഓൺലി 6, സ്പെഷ്യാലിറ്റീസ് ഓൺലി 16. പിന്നെ പുതുതായിട്ടൊന്നും വന്നില്ല, മനസ്സിലാണ്ടോ? പക്ഷേ ഇവിടെ 112 സ്പെഷ്യലിസ്റ്റ് ബ്രാഞ്ചസ് ആണ്. സോ വെൻ വൺ academic area is diversifying into, it's a positive indication of growth and development. അത് കാരണം ഒരു കാലത്ത് നിങ്ങൾ എഞ്ചിനീയറിങ്ങിനെ ഡിസ്കൗണ്ട് ചെയ്ത് കാണരുത്. എനിക്കൊരു കോൺടസ്റ്റിലായിട്ട് പോയിന്റ് പറയേണ്ടി വന്നു കേട്ടോ. കുഴപ്പമില്ല. അല്ല, അത് തള്ളി പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് അവരെ പേടിപ്പിക്കുന്ന എഞ്ചിനീയറിംഗിലേക്ക് വരരുതെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ആ ഉത്തരം ആവശ്യമാണ്. കൂടാതെ ഈ വേൾഡ് എക്കണോമിക് ഫോറം വീണ്ടും ഡിസ്കഷൻ വന്നുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു. ജോബ് റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒരു പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ മുമ്പത്തെ പോലെ ട്രഡീഷണലി ഒരു പർട്ടിക്കുലർ സ്ട്രീം മാത്രം പഠിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ട് നമ്മൾ ഓരോ ഓർഗനൈസേഷനിലും ഹൈബ്രിഡ് സ്കിൽസിന് ഉടമകളാകുകയാണെങ്കിൽ നമ്മുടെ ജോലിക്കുള്ള സെക്യൂരിറ്റി ഒരുപാട് സൂപ്പർ പോയിന്റ് കേട്ടോ. കറക്റ്റാണ്, ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. ഞാൻ അതിന് നിങ്ങൾ പറഞ്ഞ ഒരു അഡീഷണൽ പോയിന്റ് പറയാം. അതായത് ഇന്ത്യയിലും വന്നു, എനിക്ക് തോന്നുന്നത് NEP ലാസ്റ്റ് NEPയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ NEP നടക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 3 കോഴ്സ് പഠിക്കാം. രണ്ടായി. ഈ ഒന്നെന്ന് പറയുന്നത് 75 കൊല്ലമായിട്ട് നമുക്ക്, ഞാനൊക്കെ ഒരു കോഴ്സ് തരുന്നതാണ്. നിങ്ങളുടെ അതാണോ നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് സറണ്ടർ ചെയ്താൽ മാത്രമേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സറണ്ടർ PG അഡ്മിഷൻ, അങ്ങനെയല്ലേ? അപ്പോൾ അത് വേണ്ടല്ലോ, ഫോട്ടോസ്റ്റാറ്റ് കൊടുത്താൽ മതി. യു ക്യാൻ ഡു 2 കോഴ്സ്. ഇപ്പോൾ UGC പറഞ്ഞ 3 കോഴ്സസ്. അപ്പോൾ എന്താ പറയണതിൻ്റെ, നമ്മൾ 2 ഡിഗ്രി കോഴ്സസ് ചെയ്യാം. അതായത് അറ്റ് എ ടൈം 2 ഇടത്ത് പഠിക്കാം, 2 യൂണിവേഴ്സിറ്റി 3 കോഴ്സും പഠിക്കാം. 2 യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. 3 കോഴ്സിന് ഓൺലൈൻ കോഴ്സസ് 1000 പഠിക്കാം. അപ്പോൾ എന്താ പറയണത്, നമ്മൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഞ്ചിയിൽ കാല് വെക്കരുത്. കാലിലെ എല്ലാ വരിലും ഓരോ വഞ്ചി വയ്ക്കുക. പറ്റുകയാണെങ്കിൽ ഒരേ സമയത്ത് 5 നിങ്ങൾ ഇറങ്ങി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആട്ടോ, ആഡപ്പ് ചെയ്യാണ്, സപ്ലിമെൻറ്റ് ചെയ്യാണ്. 5 കോഴ്സ് പഠിക്കുക. എന്താണ് 5 കോഴ്സ് എന്താണെന്ന് വെച്ചാൽ അറിയാം. ഏത് കോഴ്സാണ് മുങ്ങാൻ പോണ, ഏതാണ് പൊങ്ങാൻ പോണ ഒന്നും പറയാൻ പറ്റില്ല. ഹൈബ്രിഡ് സ്കിൽസ് ഉള്ളവർ ഓൾറൗണ്ടേഴ്സ് ആണ്. നമ്മൾ പഴയ ഒരു നെതർലാൻഡ്സ് ഫുട്ബോളർ ഉണ്ട്, യോഹാൻ ക്രൈഫ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈല്, അതായത് നെതർലാൻഡ്സ് ഈ ഫുട്ബോൾ ചരിത്രത്തിൽ എങ്ങും ഇല്ലായിരുന്ന ഒരു ടീമാണ്. ആ ടീമിനെ മുൻ നിരയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ടോട്ടൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിയായിട്ട് കൊണ്ടുവന്ന് ആ തവണ നെതർലാൻഡ്സ് ആരും പ്രതീക്ഷിക്കാതെ ഫൈനലിൽ എത്തുക വരെ ചെയ്തു. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും സ്ഥിരമായിട്ടൊരു പൊസിഷൻ നിൽക്കാതെ, ഇങ്ങനെ എന്താണ് മിഡ്ഫീൽഡറിനോ ഫോർവേഡെന്നോ നിൽക്കാതെ സ്ഥിരമായിട്ടൊരു പൊസിഷൻ നിൽക്കാതെ ഒരു പൊസിഷൻസ് മാറും. അപ്പോഴത്തെ കൺവീനിയൻസ് അനുസരിച്ചുള്ള പൊസിഷൻസ് മാറും. അപ്പോൾ ഇത് എതിർ ടീമിനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നത്, ഇനിയും മുന്നോട്ട് ഓർഗനൈസേഷൻസിൽ ഇത്തരത്തിൽ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഹൈബ്രിഡ് സ്കിൽസ് ഉള്ള, ആ ഓർഗനൈസേഷന് ആവശ്യമുള്ള ഒരുപാട് എന്താണ് സ്കിൽസ് അക്വയർ ചെയ്തിരിക്കുന്ന വ്യക്തികൾ ഒരു വലിയ അസറ്റായിട്ട് മാറും. അത്തരത്തിൽ സ്കിൽസ് അക്വയർ ചെയ്ത് വരുന്നവർ. ആളുടെ പേരെന്താ അറിയാം? കപിൽ ദേവ്, ഓൾറൗണ്ടർ. അയാളാണ് ആദ്യം വേൾഡ് കപ്പ് നേടിയത്. അതെ, നമുക്ക് തന്തൂർക്കാവേണ്ട സാഹചര്യത്തിൽ 175 റൺസ് അടിച്ച് അതൊക്കെ ഓർമ്മ, നിങ്ങൾ ഓർക്കണമില്ലേ? ഇത് എത്ര കൊല്ലത്ത് മുമ്പത്തെ ഹിസ്റ്ററിയാണ്. ഓൾറൗണ്ടേഴ്സാണ് വേണ്ടത്. ഓൾറൗണ്ടേഴ്സ് ആണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവ് കാര്യമാണ്. ഒരേ സമയത്ത് ഒരുപാട് ഡിഗ്രികൾ ചെയ്യാൻ പറ്റുന്നു, ഒരു ഡിഗ്രി നിന്നുകൊണ്ട് മറ്റു ഡിഗ്രികൾ ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ എംപ്ലോയബിലിറ്റി കൂടുകയാണ്. നമ്മളിങ്ങനെ ഓൾറൗണ്ടർ ഫാഷന് പോവുകയാണെങ്കിൽ ഒരു വെർട്ടിക്കൽ ഡെവലപ്മെന്റ് ഇല്ലെങ്കിലും ഫെയിലിയർ ഉണ്ടാവില്ല. ബേസിക്കായിട്ട് നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ തോൽക്കാണ്ടിരിക്കാൻ നോക്കുക. വൻ വിജയം പിന്നെയാണല്ലേ, അതൊരു ഗ്രീഡി ഔട്ട്ലുക്കാണ്. ചെല്ലുമ്പോൾ തന്നെ വൻ വിജയം, അത് വേണ്ട. തോൽക്കാണ്ടിരിക്കാൻ നോക്കുക. അതിന് ബെസ്റ്റ് ഈ മൾട്ടി ടാസ്കിങ് ആണ്. നമുക്കിവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു നമ്മുടെ സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ, വിനോദ് എന്ന് പറഞ്ഞ സാറ്. പുള്ളി ആക്ച്വലി ബിടെക് പഠിച്ച സമയത്ത് തന്നെ അവർക്ക് IIITയിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവർ ഹൈദരാബാദ് IIIT പഠിച്ച വ്യക്തിയാണ്. പുള്ളിക്ക് അതിന്റെ കൂടെ തന്നെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ കൂടെ തന്നെ പുള്ളി ബിടെക് കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിറങ്ങിയപ്പോൾ 2 ഡിഗ്രി. ഇപ്പൊ ജോലി ചെയ്യുന്നത് 2 സ്ഥാപനങ്ങളില്ല. അതായത് മൺഡേ ടു ഫ്രൈഡേ പുള്ളി ഒരു സ്ഥാപനത്തിലും ശനിയും ഞായറും മറ്റൊരു സ്ഥാപനം. സമയം കിട്ടും. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞോട്ടെ, സ്ട്രെങ്തൻ ചെയ്യാൻ. ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുകയായിരുന്നു, ഫെഡറൽ ബാങ്കിന്റെ ബന്ധപ്പെട്ട ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുകയായിരുന്നു.
കുട്ടി പഠിച്ച BSc കെമിസ്ട്രിയാണ്, 93% ഉണ്ട്. ചെയർമാൻ ഒരു അക്കാഡമിക്കലി ബ്രില്യൻ്റാണ്. അയാൾ ചോദിച്ചത് താൻ ഈ കെമിസ്ട്രി ഒക്കെ പഠിച്ച് 93% ഉണ്ട്, താൻ MSCക്കോ ഐസലിലൊക്കെ പോയ രാജീനന്മ, താൻ ഈ നമ്മുടെ ബാങ്കിൽ വന്ന നഷ്ടമല്ലോ മോനെ പറഞ്ഞു. ഇല്ല സാർ, ഞാൻ പർപ്പസ്ഫുള്ളായിട്ട് വരും. അത് ഈ പർപ്പസ്ഫുള്ളായിട്ട് അങ്ങനെ സാർ, ഞങ്ങളുടെ അവിടെ കോളേജിൽ എന്തോ SS കോളേജ് തേവരെന്തോ ആണ്, ഞങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യാം, എന്തോ ഒരു ഓപ്ഷണൽ പേപ്പറോ ഇലക്ടീവ്. ഞാൻ എടുത്ത അക്കൗണ്ടൻസി വിത്ത് ബാങ്കിങ്. സാർ സത്യം അത് ഞാൻ സെക്കൻഡ് ഇയർ ഞങ്ങൾ പഠിച്ചപ്പോഴേ ഞാൻ കെമിസ്ട്രി മാറും സാർ, എൻ്റെ ഹൃദയം മുഴുവൻ ഇതിലോട്ട്. അപ്പം എനിക്ക് മനസ്സിലായി ജനിച്ചതിന് വേണ്ടിയാണ്, ബാങ്കിന് വേണ്ടിയാണ്. അതൊന്നും മിണ്ടിയില്ല. സൂപ്പറല്ലേ? ആ, മറുപടി സൂപ്പറാണ്. അവിടെയാണ് ജോലി കിട്ടിയല്ലോ. അല്ലല്ല, അത് കുട്ടി പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അയാൾ പറഞ്ഞെന്താ അറിയോ, ഒരു BSc കെമിസ്ട്രി മാത്രം പഠിച്ചവൻ ബാങ്കിൽ വന്നാൽ കുറച്ച് ദിവസം കരഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും മനസ്സിലാവില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് ആ 2 കൊല്ലം പഠിച്ചതല്ലേ, എന്തെങ്കിലും ടേംസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കതല്ലേ വേണ്ടത്. അതിൽ നല്ലൊരു മറുപടി കിട്ടാനില്ല ആ ഒരു കേസിൽ.